Hi guys, Assalamualaikum. Welcome back to my channel Chippu's vlog and it's me Chippu here. ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഹയാത്തിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണിത്, ചെറിയൊരു വ്ളോഗായിരിക്കും. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. രാവിലെ 10:30 പരിപാടി ഉണ്ടായിരുന്നത്. ടാസ്ക് എന്നുള്ളൊരു ടീമിൻ്റെ ഒരു ടൂറിസം ട്രാവൽ ഗ്രൂപ്പിൻ്റെ ഒരു ഇവൻ്റ് ആയിരുന്നു. അവിടെ ഒരു ആനുവൽ മീറ്റപ്പ് ആയിരുന്നു. കുറേ അധികം ടൂറിസം ആൾക്കാരൊക്കെ വന്നിട്ട് ഹയാത്തിൽ വെച്ചിട്ടൊരു പ്രോഗ്രാം, അതിലൊരു സെക്ഷനായിട്ടായിരുന്നു കളരി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾക്ക് രാവിലെ തലേ ദിവസം പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹയാത്ത് എത്തി. അവിടെ ഫുഡ് കഴിക്കാൻ എന്നുള്ളൊരു മെയിൻ എയിമും കൂടി ഉണ്ടായിരുന്നു. ഹയാത്തിലെ ഫുഡ് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്, കുറേ അധികം വെറൈറ്റി ഫുഡുകൾ ഉണ്ടാവുമെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആകെയുള്ളൊരു അതായിരുന്നു, ഹോപ്പ് അതായിരുന്നു, ഫുഡ് നന്നായി കഴിക്കുക എന്നുള്ളത്. ആൻഡ് അതിനുള്ളിലൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, കാരണം നമ്മളിപ്പം പാസ് ചെയ്യുന്നതാണ് ആ വഴി കൂടെയൊക്കെ. അപ്പോൾ ഇപ്പോഴും ഇത് കാണാറുണ്ട്. ആൻഡ് അവിടെ തന്നെ കൺവെൻഷൻ സെൻറ്ററിൽ ഒരു വെഡ്ഡിങ് നടക്കുന്നുണ്ടായിരുന്നു. എയർടെല്ലിൻ്റെ വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഇപ്പോൾ ഇന്ന് പരിപാടിക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ എല്ലാ ക്ഷീണം കാണുന്നുണ്ട്, കണ്ണൊക്കെ നല്ല നേറുണ്ട്. പക്ഷേ ആകെയുള്ളൊരു പോസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇതിനുള്ളിൽ കയറണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ആകെ ഒരു പോസിറ്റീവ്. നോക്കാം നമുക്ക് എന്താവുന്നു. എത്തിയ പാടനെ നമുക്കൊരു രജിസ്ട്രേഷൻ ഇതുണ്ടായിരുന്നു. നമ്മൾ പേര് എഴുതിയിട്ട് ഒരു കൂപ്പൺ കിട്ടും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫോർമാലിറ്റി ആയിട്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ചെക്കിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ കയറി, നേരെ ഒരു ഗ്രീൻ റൂം ഒന്നും ഉണ്ടായിരുന്നില്ല, കിച്ചൻ്റെ ഏരിയയിൽ തന്നെയായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ വെപ്പൺസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് പിന്നെയാണ് അറിയുന്നത് ഞങ്ങൾ ഇവൻറ്റ് കുറച്ച് ലേറ്റായിട്ടാവും തുടങ്ങുക, കാരണം മിനിസ്റ്റർ വരാൻ ലേറ്റ് ആവും എന്നുള്ളത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് പുറത്തുപോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ഞങ്ങളപ്പോൾ സെറ്റാക്കി വെച്ചത് കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ തന്നെ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ചെറിയൊരു ഒരു മസാല ദോശ, അതുപോലെ തന്നെ ഞാൻ മക്രോണിയും അതുപോലെ തന്നെ ചിക്കൻ കട്ട്ലേറ്റുമാണ് ഓർഡർ ചെയ്തത്. അർച്ചന എഗ് സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. മക്രോണി നല്ല എരിവുണ്ടായിരുന്നു, അതാണ് നന്ദു അങ്ങനെ കാട്ടുന്നത്. ആ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സ്പൈസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിരുന്ന് കഴിച്ചു. ആൻഡ് നല്ല രസമുള്ള സ്പോട്ടായിരുന്നു കേട്ടോ അത്. അങ്ങനെ പിന്നെ കുറേ നേരം ഞങ്ങൾ ഇരുന്നതിന് ശേഷം പിന്നെ ലഞ്ച് ടൈമും കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോക്കിയിട്ട് ലഞ്ച് കഴിക്കേണ്ട, പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാം, അപ്പോൾ പേടിയില്ലാണ്ട് കുറേ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. എപ്പോഴും പരിപാടി സ്റ്റാർട്ട് ചെയ്യാം? 12 മണി. സത്യം അങ്ങനെ മിനിസ്റ്റർ വന്ന് പോയി ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾക്കൊരു മൊമെൻറ്റോ ഉണ്ടായിരുന്നു എല്ലാവരും കളരുടെ പേരിന് വേണ്ടിയിട്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ റിലാക്സ് ചെയ്ത് എല്ലാവരും നല്ല അഭിപ്രായമായിട്ടാണ് പറഞ്ഞത്. എല്ലാവരും കുറേ പേര് അടുത്ത് വന്നിട്ട് നല്ല അഭിപ്രായം നന്നായിരിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. മെയിൻ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലൈവായിട്ട് അപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത റൊട്ടിയായിരുന്നു. ടൈം ഒരുപാട് വൈകിയോണ്ട് തന്നെ ഫുഡൊക്കെ കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ഡെസേർട്ട് ഐറ്റംസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ.
എനിക്കൊന്ന് ഇട്ടുതരോ നിങ്ങള്? ഞാൻ വീഡിയോ എടുക്കുന്നു. ഓക്കെ ആ മതി. എന്താ ഗോബി എന്താ ഇതെന്താ? പനീർ പനീറുണ്ടോ? ചിക്കൻ ലാബ് മീൻ. അപ്പൊ എനിക്കും ഇതെന്ത് തോനെടുക്കണ അവരെനിക്ക് അയ്യോ കൈ കടല് മതി. അപ്പടക്കാം വീഡിയോ എടുക്കണ്ട, കുഴപ്പമില്ലല്ലോ. ഞാൻ 5 വയസ്സൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ പോകാം. ഓക്കെ താങ്ക് യു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പാസ്ത ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ്ത കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം അതുപോലെ തന്നെ ബീഫ് കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോട് കിട്ടിയോണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചത്. ഇതാ നമ്മള് നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇതെന്താ സംഭവം? ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡെസേർട്ട്സ് ട്രൈ ചെയ്തത്. കുറേ വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ഗുലാബ് ജാമുൻ, അതുപോലെ തന്നെ 2 തരം കേക്ക്സ് ഉണ്ടായിരുന്നു, ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു. ഞാൻ പായസമാണ് കുടിച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ട സ്പൂണിൽ ഇതാക്കരുത്, അത് കട്ട് ചെയ്തോ ഇല്ലാണ്ട് എടുത്തോ. അയ്യോ അവിടെ നല്ല മതി. രസമല്ല ഉള്ളത്. ഇത് നമ്മുടെ സലാഡിൻ്റെ ഏരിയ ആണ്. ഇത് നമ്മുടെ സ്റ്റീം സൂപ്പ്. ഇത് മട്ടൻ, ബട്ടർ മട്ടൻ. ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഡ്രസ്സിൽ കാണാം. അതിൻ്റെ ഉള്ള എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അയ്യേ ചടച്ച്. ഇട് ആ മതി. ഐസ്ക്രീം കുറച്ച് തോണ്ടേ. എന്തത്? അങ്ങനെ ഞങ്ങളുടെ ഫുഡ് മെയിൻ ലക്ഷ്യം ഹയാത്തിയുടെ ഫുഡ് കഴിക്കലായിരുന്നു. അഞ്ചാമത്തെ വട്ടം നന്ദന അഞ്ജന അഞ്ചാമത്തെ വട്ടം നന്ദന അഞ്ജന. അങ്ങനെ അത് കഴിഞ്ഞ് ശ്രീ അബ്ഷാദ് ഗുരുവായൂരിൻ്റെ വക ഒരു മോട്ടിവേഷണൽ സ്പീക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് കാണാനുള്ള നിന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.